പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് തിരക്കായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് ടോണറാണ് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ഈ ഒരു ടോണറിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ കരുവാളിപ്പ് മാറാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ ഗ്ലോ ആവാനായിട്ടും സ്കിൻ ഒന്ന് ഹെൽത്തി ആക്കി വെക്കാനായിട്ടും അതേപോലെ സ്കിൻ ബ്രൈറ്റ് ആക്കാനായിട്ടും പറ്റുന്ന അടിപൊളി ഒരു ടോണറാണ്. ഈ ഒരു ടോണർ നമുക്ക് ഒരു 7 ദിവസത്തേന് ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന അടിപൊളി ടോണറാണ്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു ടോണർ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളിത് വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല. ഇത് അപ്പോൾ തന്നെ സ്കിന്നിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ആയി പൊക്കോളും. നിങ്ങൾ എന്താണെങ്കിലും ഒരു 7 ദിവസം ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണുവാനായിട്ട് പറ്റും. ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കാണുവാനായിട്ട് പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. എൻ്റെ മോൾ ഇവിടെ അടുത്ത് വന്ന് നിൽപ്പുണ്ട് കേട്ടോ. അതാണ് കടിച്ചേരം. അപ്പോൾ നമുക്ക് വേണ്ടത് ക്യാരറ്റാണ്. ഒരു ക്യാരറ്റാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ക്യാരറ്റ് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഇതിൻ്റെ ജ്യൂസാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ജ്യൂസ് എടുക്കുന്നത്. നമ്മൾ മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഇതുപോലെ ഗ്രേറ്ററിൻ്റെ ഏറ്റവും ചെറിയ കള്ളിയിലൂടെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം അത് പിഴിഞ്ഞെടുക്കുന്നതാണ് കേട്ടോ. അതാണ് നല്ലൊരു എക്സ്ട്രാക്റ്റ് ജ്യൂസ് കിട്ടുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഞാനിത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ പിഴിഞ്ഞ് ജ്യൂസാക്കി എടുക്കാം. ക്യാരറ്റ് ജ്യൂസ് നമ്മുടെ സ്കിന്നിലെ കരിവാളിപ്പ് മാറാനായിട്ടും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും അതേപോലെ തന്നെ സ്കിന്നൊന്ന് ഗ്ലോ ആവാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ ഗ്ലിസറിനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗ്ലിസറിൻ നമ്മുടെ സ്കിന്നിലെ ഡ്രൈനെസ് മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ എന്താണെങ്കിലും ഈ ഒരു ടോണർ യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളി റിസൾട്ട് ആയിരിക്കും. ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന റോസ് വാട്ടറാണ്. 1 സ്പൂൺ റോസ് വാട്ടറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അലോവേര ജെല്ലാണ്. അലോവേര ജെല്ല് 1 സ്പൂൺ ചേർത്ത് കൊടുക്കുക. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേര ജെല്ല് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ടോണർ. നമ്മുടെ സ്കിന്നിൽ ഡ്രൈനെസ് ഒക്കെ മാറാനായിട്ടും സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആവാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടൊക്കെ പറ്റുന്ന അടിപൊളി ഒരു ടോണറാണ്. നമുക്കിത് ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന അടിപൊളി ടോണറാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പം നമ്മുടെ ടോണർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് യൂസ് ചെയ്യേണ്ടത് രാത്രി കിടക്കാൻ നേരമാണ്. കിടക്കുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ടോണർ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം കിടന്നുറങ്ങുക. നമ്മളിത് വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല. അപ്പോൾ തന്നെ ഇത് സ്കിന്നിലേക്ക് അബ്സോർബ് ആയി പൊക്കോളും. അപ്പോൾ ഇനി ഞാനിത് അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഞാൻ കൈകൊണ്ടാണ് ഈ ഒരു ടോണർ അപ്ലൈ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു കോട്ടൺ ഉണ്ടെങ്കിൽ കോട്ടൺ ഉപയോഗിച്ച് നമുക്കിത് ഇങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അടിപൊളി റിസൾട്ട് കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും കരുവാളിപ്പൊക്കെ മാറ്റിയിട്ട് സ്കിൻ ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.